എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശോഭ പുറത്തു പോയി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരികയാണ്. വിഷു അല്ലേ, അപ്പോഴേക്കും മാഷ് അങ്ങോട്ടേക്ക് വന്നു. മാഷ് വെച്ച് കുറെ ഉണ്ടല്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശോഭ പറഞ്ഞു, ഈ തവണത്തെ വിഷു നമുക്ക് നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് പറയണം. അപ്പോഴത്തേക്കും പാറു ചോദിച്ചു, അതെന്താ അമ്മ എങ്ങനെ? അല്ല, അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയത്തില്ല നിൽക്കും. എന്ത് കാര്യം? നമ്മുടെ മോൾക്ക് ആ ഇന്ദ്രനിൽ നിന്ന് മോചനം കിട്ടാൻ പോലെ രഹസ്യ ക്യാമറ വെച്ചാ നമ്മുടെ മോള് അവന്റെ ഓരോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തേ. അതുകൊണ്ടല്ലേ കോടതിയില് അവൾക്ക് മോചനം കിട്ടാൻ പോണെന്ന് പറയാ. ഇത് കേട്ടതും മാഷ് പറഞ്ഞു, അത് മാത്രമല്ല വിശ്വം കോടതി മൊഴി കൊടുത്തല്ലോ, അവനെ വിസ്തരിക്കുകയും ചെയ്തില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ പാറു പറഞ്ഞു, ഓഹോ, അപ്പം വിശ്വം നല്ലവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലേന്ന് ചോദിക്കാം. ചേട്ടൻ പാറു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറുവിനോട് ശോഭ, നീ എന്താ ഉദ്ദേശിച്ചേ? അല്ല, വിശ്വം നല്ലവനാന്ന്. അതെ, ആ റൂട്ട് അങ്ങോട്ട് മാറ്റിയേരെ. എനിക്ക് മനസ്സിലായി നീ എന്താ പറഞ്ഞു വരുന്നതെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനെ നല്ലവനായിട്ട് ചിത്രീകരിച്ച അവനോടൊപ്പം ഉള്ള നിന്റെ ആ ഒരു പോക്കുണ്ടല്ലോ, അത് ഒരിക്കലും നടക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം നല്ല ദേഷ്യം വന്നു പാറുവിന്. പാറു പറഞ്ഞു, ഓഹോ, അപ്പൊ കാര്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ ഇറക്കിയല്ലേന്ന് ചോദിക്കണം. എന്ത് കാര്യം? അവനുമായിട്ട് കൂടുതൽ ചങ്ങാത്തിനൊന്നും പോകണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ പാറു പറഞ്ഞു, അതെ, നല്ലത് കണ്ടാൽ ഞാൻ നല്ലതെന്ന് പറയുകയും ചെയ്യും. പിന്നെ വിശ്വത്തെ തള്ളിക്കളയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ശോഭയ്ക്ക് ദേഷ്യം വന്നു. വിശ്വാസം നോക്കൂല, ഒറ്റ ഒരെണ്ണം ഞാൻ അങ്ങോട്ട് വെച്ചു തരുമെന്ന് പറയണം. മാഷ് പറഞ്ഞു, പോട്ടെ ശോഭയെ, നല്ല വിഷുവായ നാളെ നല്ലൊരു വിഷുവായിട്ട് വെറുതെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടതെന്ന് പറയണം. പിന്നീട് ശോഭ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് പൊന്നുമടത്തില് വിഷുക്കണി ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ്. പല്ലവിയും അച്ചു എല്ലാരും കൂടെ ചേർന്നിട്ട്. അങ്ങനെ ആ സമയത്ത് സേതു അങ്ങോട്ടേക്ക് വന്നു. സേതു എന്നിട്ട് ചോദിച്ചു, അല്ല അങ്ങോട്ടേക്ക് വരാവോ എന്ന് ചോദിക്കുവാണ്. പെട്ടെന്ന് പല്ലവി ചോദിച്ചു, അതെന്താ സേതുവേട്ട അങ്ങനെ പറഞ്ഞ? അല്ല, നിങ്ങൾ ഭയങ്കര ജോലിയല്ലേ അതുകൊണ്ടാന്ന് പറയണ. ഇത് കേട്ടത് സേതു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ. പെട്ടെന്ന് പല്ലവി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ. അപ്പോഴേക്ക് സേതു ശ്രീഹരിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നെ അവിടെയൊക്കെ നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോന്ന് ചോദിക്കാം. അച്ചു പറഞ്ഞതേ, തൽക്കാലത്തെ ഹെൽപ്പ് ഒന്നും വേണ്ട, ഞങ്ങൾ ചെയ്തോളാന്ന് പറയണ. അങ്ങനെ അവര് വിഷുക്കണയും കാര്യങ്ങളൊക്കെ ഒരുക്കുവാണ്. ഈ സമയം പലരും സേതുവോടെ പോയി കിടന്നോ, സേതുവോടൻ ഇവിടെ എന്തിനാ ഉറക്കളിച്ചിരിക്കണമെന്ന് ചോദിക്കാം. എന്നാലും എന്റെ എന്തേലും വേണ്ട വേണ്ട, ഒരു സഹായം വേണ്ടെന്ന് പറയണം. ഈ സമയം സേതു ചോദിച്ചു, അല്ല നാളെ കണി ഒരുക്കണ സമയത്തെ കണി കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് നിൽക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം സ്വാതി പറഞ്ഞു, എന്റെ പൊന്നു വല്യേട്ടാ ചതിക്കില്ലേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അച്ചു പറഞ്ഞു, പിന്നെ ഒരു വളിപ്പം കോമഡി ആയിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയണം. അങ്ങനെ അവസാനം പള്ളി പറഞ്ഞു, ഒന്ന് പോയി തരാവോ സേതുവേട്ടാന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സേതു അങ്ങോട്ടേക്ക് പോവാണ്. പോയാൽ തൂണിന് മറിഞ്ഞു നിൽക്കുക. പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് പോയിക്കോളാന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് അച്ചു സ്വാതിയൊക്കെ മുഖത്തോട് നോക്കി ചിരിക്കുകയാണ്. പല്ലവിക്ക് ആ പെട്ടൊരു നാണം തോന്നി. കാരണം സേതുവിന് പോയി കിടന്ന് ഉറങ്ങാനും തോന്നില്ല, പല്ലവി ഇവിടെ ഇരിക്കുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ട് കിടക്കുവാണ് ഇന്ദ്രന്. ഇന്ദ്രന്റെ അടുത്തേക്ക് വന്ന് രാജലക്ഷ്മി വെച്ചു, അല്ലട മോനെ, നമുക്ക് വിഷു ആഘോഷിക്കേണ്ടെന്ന് ചോദിക്കാം. ഈ ചോദ്യം കേട്ട ഉടനെ ഇന്ദ്രൻ പറഞ്ഞു, അമ്മ ഇത് എന്ത് ഭാവിച്ചാ? മനുഷ്യൻ ഇവിടെ മരിച്ചു കിടക്കുന്ന സമയത്താണോ അമ്മയുടെ വിഷു ആഘോഷം എന്ന് ചോദിക്കുക? അല്ല, എല്ലാത്തിനും കാരണം അവളാ പാർവതിയാണ്. അവളാണ് ഈ കാര്യങ്ങളൊക്കെ വിശ്വത്തെ കൊണ്ട് ചെയ്യിച്ചെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ അങ്ങോട്ട് ചാടി എഴുന്നേറ്റ്, പാർവതി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവള് വിധവയാൻ പോവാന്ന് പറയണം. നീ എന്താടാ പറഞ്ഞേ? കൊല്ലൂന്ന് പറഞ്ഞ ഇന്ദ്രൻ കൊല്ലൂന്ന് പറയണം. ഞാൻ അവനെ തീർക്കൂന്ന് പറയണം. എടാ വിശ്വ, കൊല്ലൂന്നും വേണ്ട, അവനെ ഒന്ന് ഉപദേശിച്ചു വിട്ടാ മതി എന്ന് പറയണം. ഉപദേശിച്ചു വിടാനോ? ഞാനാ ഉപദേശിച്ചു വിടുന്നുണ്ട്. ഞാൻ നല്ല വിടുന്നത് ഞാൻ ഉപദേശിച്ചു വിടുന്നുണ്ട്, കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അവന്. അവനാണെങ്കിൽ പെണ്ണിന്റെ പറച്ചിൽ കേട്ടിട്ട് പെണ്ണ് പറയുന്ന കേട്ട് ആ പുറകെ അങ്ങോട്ട് പോയി. അവനിട്ടുള്ള പണിയാൻ വെച്ചിട്ടുണ്ട്, വെറുതെ വിടാൻ പോകുന്നില്ല. ഒന്നിനെ ഞാൻ എല്ലാത്തിനെയും കൊല്ലൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങനെ ഭീഷണി മുഴക്കുകയാണ്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ശ്രീഹരി വന്നേ. ശ്രീഹരി വന്നിട്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് പടക്കം ഇങ്ങോട്ട് എടുത്തു. പടക്കം മുറ്റത്തിട്ട് പൊട്ടിക്കുകയാണ്. അപ്പൊ ഈ പടക്കം പൊട്ടുന്ന ഒച്ച കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഇന്ദ്രനും രാജലക്ഷ്മി ഒന്നും ഞെട്ടിപ്പോയി. ഇന്ദ്രൻ ഈ പടക്കം പൊട്ടുന്ന ശബ്ദം അത്ര ഇഷ്ടമില്ല. കാരണം ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര പേടിയോ ബുദ്ധിമുട്ടോ എന്തൊക്കെയാണ്. ഇന്ദ്രൻ പെട്ടെന്ന് ചെവികുത്തി പിടിക്കുകയാണ്. രാജലക്ഷ്മി വെച്ചു, ഈ സമയത്ത് ആരാ എവിടെ കൊണ്ടു പടക്കം പൊട്ടിക്കുന്നേ എന്ന് പറയണം. ഇന്ദ്രൻ പറഞ്ഞു, അമ്മേ, എനിക്ക് ഈ പടക്കത്തിന്റെ സൗണ്ട് അലർജിയാന്ന് അറിയാലോ എന്ന് പറയണം. അപ്പോഴേക്കും ശ്രീഹരി എന്ത് ചെയ്യണം, അകത്തേക്ക് ഇരുന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ അമ്മയെ പടക്കം പൊട്ടിക്കണമെന്ന് പറയാണ്. പിന്നീട് ഇന്ദ്രനോട് ചോദിച്ചു, നിനക്ക് സുഖം തന്നെ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, ഈ പാതിരാത്രി വന്ന് പടക്കം പൊടിച്ചാണോടാ നീ സുഖവിവരം തിരക്കണേന്ന് ചോദിക്കാം. പിന്നല്ലാതെ ഇന്ന് രണ്ട് പടക്കം പൊടിച്ചില്ലെങ്കിൽ എനിക്ക് കിടന്ന് ഒരു സമാധാനം വരത്തില്ലെന്ന് ശ്രീഹരി പറയാം. കാരണം എന്റെ പല്ലു ചേച്ചിക്ക് മോചനം കിട്ടാൻ പോയല്ലേ, പല്ലു ചേച്ചി സേതുവേട്ടന് കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, നല്ല പായസം വെച്ചാണ് ഈ വിഷു അങ്ങോട്ട് ആഘോഷിക്കാൻ പറയണം. പിന്നീട് രാജലക്ഷ്മിയോട്, അമ്മേ, അതെ, ഇന്ദ്രന് നല്ല പായസമൊക്കെ വെച്ച് കൊടുക്കും കിട്ടുമെന്ന് പറയണം. പിന്നെ ഒരു കാര്യം, മേലാല് എന്റെ പല്ലുവേച്ചിയുടെ സേതുവേണ്ട ജീവിതത്തിലേക്ക് അങ്ങനെ നീ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല കാണുന്നേ.
ഇപ്പം പൊട്ടിച്ച പടക്കമൊന്നും ആയിരിക്കില്ലോ, കുറെ പടക്കം കൂട്ടിയിട്ട് ഞാൻ കത്തിക്കുമെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് പടക്കം കൂടെ അങ്ങോട്ട് പൊട്ടിക്കണം. ഇന്ദ്രൻ ആകെ പട കട്ട കലിപ്പായിപ്പോയി. ഇന്ദ്രൻ പറഞ്ഞു, കണ്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോയത്, പക്ഷെ അവൻ നല്ലവൻ, അവൻ പറഞ്ഞു കേട്ടോ പായസം വെക്കണോന്ന്. അങ്ങനെയാണ് നമുക്കൊന്ന് പായസം വെച്ചാലോന്ന് ചോദിക്കാം. നീ എന്താടാ ഇന്ദ്രൻ പറയണെന്ന് ചോദിക്കാം. അമ്മേ, ഒരു വശത്ത് മരണവീടും മറ്റേ വശത്ത് പായസം വെക്കലും എങ്ങനെയുണ്ട്? മരണവീടോ? അത് പിന്നെ അവനിങ്ങോട്ട് വരും, ആ വിഷം വന്നു കഴിയുമ്പോ അവനെ ഞങ്ങൾ തട്ടൂലേ, പിന്നെ ഇത് മരണവീടാവൂലേ. അപ്പൊ അമ്മ എന്ത് ചെയ്യണം, അടുക്കള പോയി പായസം വെച്ചുണ്ടാക്കി തരണോ എനിക്കെന്ന് പറയാണ്. അത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, എന്താടാ മോനെ നീ ഇങ്ങനെയൊന്നും പറയുന്നേ, ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയണം. പിന്നെ ഞാൻ എങ്ങനെ പറയണം, ഞാൻ തട്ടൂന്ന് പറഞ്ഞ ഞാൻ തട്ടും, അതിനൊരു മാറ്റമില്ലെന്നൊക്കെ പറയണം. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തരായിട്ട് കണി കാണിക്കാൻ കൊണ്ടുവരുവാണ്. പൂർണ്ണാമ്മ സേതുവിനെ കൊണ്ടുവന്നു, പിന്നീട് പല്ലവിനെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും കൂടെ കണിയെ കണ്ടതിന് ശേഷം സേതുവാണ് എല്ലാവർക്കും വിഷുക്കൈനീട്ടം കൊടുക്കുന്നത്. അങ്ങനെ വിഷുക്കൈനീട്ടം എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഋതുവിന്റെ അടുത്തേക്ക് വന്നു. ഋതു പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറയണ. ഇതോടെ പൂർണ്ണം പറഞ്ഞു, വിഷുക്കൈനീട്ടോ വാങ്ങാതിരിക്കില്ല ഋതു, വാങ്ങാൻ പറയണം. പിന്നെ എന്നൊക്കെ പറഞ്ഞ അവസാനം ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിഷുക്കൈനീട്ടം വാങ്ങുവാണ്. പിന്നീട് ഋതു ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, വിഷുക്കണി അത്ര പോരാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, അതെ ഈ വിഷുവിന് ഇത്രയും നല്ലൊരു കണിയൊക്കെ മതി എന്ന് പറയണേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാം. സ്വാതി പറഞ്ഞു, അത് പിന്നെ ഋതു ചേച്ചി അസൂയ കൊണ്ട് പറയുന്നല്ലേന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പൂർണ്ണിമ എല്ലാവരും കൂടെ ചിരിക്കുക. ഋതുവിന് ഒട്ടും ഇടാൻ കൂടി ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട്. കാരണം എവിടെ എല്ലാവരും കൂടെ ഒന്ന് ചേർന്നിട്ട് തന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു ചിന്ത ഋതുവിന്റെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയത്ത് ശോഭയും മുകുന്ദൻ ഭാഷും പാറും എല്ലാം കണി കണ്ടതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുവാണ്. അപ്പോഴേക്കുമാണ് പാറുവിന്റെ ഫോണിലേക്ക് കോൾ വന്നേ. നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ വിശ്വ വിളിക്കുന്നത്. എന്റെ ദൈവമേ, എന്തിനാണോ അത് ഈ സമയത്ത് വിളിക്കുന്നത്? പെട്ടെന്ന് കോൾ എടുത്തു. കോൾ എടുത്തിട്ട് ആഹാ ഷാനി, എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാണ്. ഹാപ്പി വിഷു എന്നൊക്കെ പറയണം. ഓ മനസ്സിലായി. കാരണം പുറത്തൊന്നും പ്രകടിപ്പിക്കാനായിട്ട് പറ്റില്ല പാറുവിന്. ഷാനിയെ വിളിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതൊരു പക്ഷേങ്കിലെ വിശ്വാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഭൂകമ്പം തന്നെ നടക്കുമെന്ന് മനസ്സിലായി. പിന്നീട് പറഞ്ഞു, ഷാനി ശരി ഒരു മിനിറ്റ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഓരോ സംസാരിച്ച് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുവാണ്. ആ സമയം മാഷിനെ ഒന്ന് നോക്കി ശോഭ. എന്നിട്ട് പറഞ്ഞു, ഇത് ഷാനിയൊന്നും അല്ലാന്ന് തോന്നേ, ഇത് മിക്കവാറും മറ്റവനായിരിക്കും, ആ വിശ്വമായിരിക്കും എന്ന് പറയണം. അങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സൗണ്ട് താത്തി പറഞ്ഞു, എന്താ വിശ്വ, എന്താ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കാം. അത് പിന്നെ വിഷു അല്ലേ, വിഷു ആയതുകൊണ്ട് എനിക്ക് എന്റെ പെണ്ണിനെ വിളിക്കണ്ടെന്ന് ചോദിക്കാം. എന്റെ ദൈവമേ, അമ്മ അച്ഛനൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പുറത്തുണ്ട്, പുറത്തേക്കൊന്ന് ഇറങ്ങി വാ, എനിക്ക് കാണണമെന്ന് പറയണം. വിഷുക്കൈനീട്ടം വേണ്ടെന്ന് ചോദിക്കാം. ദൈവമേ, ഞാൻ എങ്ങനെ ഇറങ്ങി വരാനാ? അതൊന്നും കുഴപ്പമില്ല, എന്തേലും കാരണം പറഞ്ഞു വാ, ഒരു കാര്യം ചെയ്യാം, ക്ഷേത്രത്തിൽ പോകാനെന്ന് പറഞ്ഞ് ഞാൻ വരാം, വെയിറ്റ് ചെയ്യുമോന്ന് ചോദിക്കുക. എത്ര സമയം വേണം ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അവള് പാറു അകത്തേക്ക് കയറി വരുവാണ്. അകത്തേക്ക് കയറി വരുന്നതിനും ശോഭ ആരാ വിളിച്ചേ? ഞാൻ പറഞ്ഞില്ലേ ഷാനിയ, അവളെന്തിനാ ഈ സമയത്ത് വിളിച്ചേ? വിശ്വാശംസ പറയാനായിട്ട്. ഇപ്പോഴോ? പിന്നെ പാദയാത്രയായതിനു ശേഷമാണ് അമ്മ വിശ്വാശംസ വിളിച്ച് പറയണേ എന്ന് ചോദിക്കുകയാണ്. എരി ഞങ്ങൾക്കറിയാം ഇതൊന്നും അല്ല, മിക്കവാറും അവനായിരിക്കും വിശ്വ വിളിച്ചതല്ലെന്ന് ചോദിക്കണം. അമ്മേ, അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കാം. എനിക്ക് ക്ഷേത്രത്തിൽ വരെ പോണെന്ന് പറയണം. ക്ഷേത്രത്തിൽ എന്തിനാ? വേണ്ട, ഞാനും കൂടെ വരാന്ന് പറയാ. വേണ്ട, അമ്മയ്ക്ക് ഭയങ്കര സംശയമല്ലേ, അമ്മ വരണ്ട, ഞാൻ തന്നെ പോയിക്കോളാന്ന് പറയാം. അങ്ങനെ ഇപ്പൊ നിന്നെ തന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ, എനിക്ക് തന്നെ പോകാൻ അറിയാം എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയം മാഷിനോട് പറഞ്ഞു, കേട്ടില്ല അവളുടെ അഹങ്കാരം, അവള് തന്നെ പോയിക്കോളാന്ന്. അഹങ്കാരം പിടിച്ചൊരു സാധനം, ഇത് അവനോടൊപ്പം പോയി ചുറ്റി അടിക്കാനുള്ള പരിപാടിയാന്ന് പറയും. മാഷോട് നല്ലൊരു വിഷയമായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? വിട്ടേരെ, ഇന്നത്തെ ഒരു ദിവസം അവളെ വഴക്ക് പറയാനൊന്നും പോകണ്ട എന്ന് പറയാണ്. ആ സമയത്ത് ഇന്ദ്രന്റെ കണ്ണുപോയി പൊത്തുവാണ്. രാജലക്ഷ്മി ഇന്ദ്രൻ കിടന്ന് അലറി വിളിക്കും, അയ്യോ എന്നെ കൊല്ലുന്നേന്നൊക്കെ പറഞ്ഞിട്ട്. എടാ ഇത് അമ്മയാ, ഇന്ന് വിഷുവല്ലേ, വിഷുക്കണി കാണണ്ടേന്ന് ചോദിക്കും. ഓ അങ്ങനെ. പിന്നീട് അങ്ങനെ കണ്ണുപൊത്തി നേരെ വിഷുക്കണിയെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയണം. പിന്നീട് ഇന്ദ്രൻ മനോര് പ്രാർത്ഥിക്കുക, ഇന്ന് അവനെയും കൊണ്ട് വരും, അവനെ ഞാനിന്ന് കൊല്ലൂന്നൊക്കെ പറഞ്ഞിട്ട്. രാജലക്ഷ്മി പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണോടെ മോനെ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കും. അമ്മ നടക്കാൻ പോകുന്ന കാര്യം അതല്ലേ, പിന്നെ അതിനു വേണ്ടിട്ടല്ലേ പ്രാർത്ഥിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ശേഷം വിഷുക്കൈനീട്ടം കൊടുക്കുവാണ്. ഇതെന്താ അമ്മ ഇതെനിക്കൊന്നും വേണ്ടാന്ന് പറയാണ്. എന്റെ മോനെ ഇത് വിഷുക്കൈനീട്ടോ? അമ്മ ഞാൻ പ്രതീക്ഷിച്ച ഒരു ചെക്കാ പ്രതീക്ഷിച്ചേ, അത് അമ്മയ്ക്ക് തന്നുകൂടെന്ന് ചോദിക്കുക. എടാ വിഷുക്കൈനീട്ടം ചെക്കൊന്നും അല്ല കൊടുക്കുന്നേ, ഇങ്ങനെ എന്തായാലും തുട്ടോ അല്ലെങ്കിൽ ഒത്തിരി പൈസ ഒന്നുമില്ല, കുറച്ച് പൈസ എന്തെങ്കിലുമൊക്കെ വിഷുക്കൈനീട്ടം കൊടുക്കുള്ളൂ എന്ന് പറയാം. ശേ എന്ത് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഇന്ദ്രൻ കൈ നീട്ടി വാങ്ങണം. എന്നിട്ട് പറഞ്ഞു, അവനെന്ന് വരുമായിരിക്കും അല്ലേ അമ്മേന്ന് ചോദിക്കണം. ആര്? വിഷം. അത് പിന്നെ മോനെ നീ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോരുത് വിഷുവായിട്ട്. അമ്മേ, വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ തീർത്ത് കളയത്തോളും, എന്റെ ജീവൻ നശിപ്പിച്ചാനാ, അവനെ ഞാൻ വെറുതെ വിടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ, എന്ത് മറുപടി പറയാൻ അറിയത്തില്ലാതെ വല്ലാത്തൊരു അവസ്ഥയായി പോയി രാജലക്ഷ്മിക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.